തലയറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ 70 മൃതശരീരങ്ങൾ കോംഗോയിലെ ദേവാലയത്തിൽ കണ്ടെത്തിയ പൈശാചിക പ്രവൃത്തിയിൽ നടുങ്ങി ലോക മനസാക്ഷി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ കസംഗ പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിലാണ് 70 പേരുടെ ശിരച്ഛേദം ചെയ്യപ്പെട്ട ശരീരങ്ങൾ കണ്ടെത്തിയത്. ദേവാലയത്തിൽ രക്തപ്പുഴ ഒഴുക്കി സമാനതകളില്ലാത്ത ക്രൈസ്തവ വിരുദ്ധത ആവർത്തിച്ചിരിക്കുന്ന തീവ്രവാദ പ്രവൃത്തിയിൽ നടുങ്ങിയിരിക്കുകയാണ് കോംഗോയിലെ വിശ്വാസി സമൂഹം. ഇരകളെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് ബന്ദികളാക്കിയതായും കൊല്ലപ്പെടുന്നതിന് മുൻപ് ദിവസങ്ങളോളം തടവിലാക്കിയതുമായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സമീപകാലത്ത് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ വിശ്വാസികൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന പീഡനങ്ങളിൽ ഏറ്റവും ക്രൂരവും ഹീനവുമായ ആക്രമണമാണ് അരങ്ങേറിയിരിക്കുന്നത്. ഓപ്പൺ ഡോഴ്സ് ഇന്റർനാഷണൽ പറയുന്നതനുസരിച്ച് പള്ളിയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ പലതും ലുബേറോ അതിർത്തിയിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ തട്ടിക്കൊണ്ടുപോയ വ്യക്തികളുടേതാണ്. അടുത്തകാലത്തായി ഈ പ്രദേശങ്ങൾ തീവ്രവാദ സംഘത്തിന്റെ വിളനിലമായി മാറിയിരിക്കുകയാണ്. 1990കളുടെ അവസാനം മുതൽ ADF ഈ പ്രദേശത്ത് ക്രൂരമായ കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലുകളും കൊള്ളയും നടത്തിവരികയാണ്. കിവു മേഖലയിലെ ഏറ്റവും അപകടകാരികളായ സായുധ വിഭാഗങ്ങളിലൊന്നായാണ് ഈ തീവ്രവാദ സംഘം കണക്കാക്കപ്പെടുന്നത്. ഓപ്പൺ ഡോഴ്സ് ഇന്റർനാഷണലിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ഇപ്പോൾ 35ാം സ്ഥാനത്താണ്. കിഴക്കൻ DRCയിലെ ക്രിസ്ത്യാനികൾക്കും നിസ്സഹായരായ സമൂഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയിൽ തുടരാൻ അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹത്തോട് ഓപ്പൺ ഡോഴ്സ് വക്താവ് ജോൺ സാമുവൽ ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.